ഉത്സവ വിപണി ലക്ഷ്യമാക്കിയുള്ള താൽക്കാലിക വാണിജ്യ മേളകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെട്ടു. GSTയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത വ്യാപാര മേളകൾ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് വലിയ ഭീഷണിയാവുകയാണെന്ന് വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഒരു സ്ഥാപനത്തിൽ നിന്ന് ബില്ല് ഇല്ല എന്നുള്ള പേരിൽ 20,000 മുതൽ 30,000 രൂപ വരെ ഫൈൻ അടിക്കുന്ന സാഹചര്യത്തിൽ ഒരു കൺസ്യൂമറിനും ബില്ല് കൊടുക്കാതെ GST അടയ്ക്കാതെ ഈ മുനിസിപ്പൽ ലൈസൻസ് ഒന്നും എടുക്കാതെ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഈ പറഞ്ഞ നിയമങ്ങളൊന്നും പാലിക്കാതെ നടത്തുന്ന ഇത്തരം മേളകൾ നടക്കുമ്പോൾ ഇപ്പോൾ പരമ്പരാഗതമായി കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ആ കച്ചവടക്കാർ ഇപ്പോൾ നേരിടുന്ന വലിയ പ്രശ്നം 50% വിപണി ഓൺലൈൻ വ്യാപാര മേഖല കൈയടക്കിയിരിക്കുക. ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു വശത്ത് അത് നിൽക്കുമ്പോൾ മറുവശത്ത് ഈ വലിയ മാളുകളിലേക്ക് കച്ചവടം മാറുന്ന ഒരു പുതിയ ഉപഭോക്തൃ സംസ്കാരം രൂപപ്പെട്ടു വരുന്നത്. ഇതിനെല്ലാം നടുവിൽ വേണം ഈ പറയുന്ന സർക്കാരിന്റെ മുഴുവൻ നിബന്ധനകൾ, ഇപ്പം ഹരിതകർമ്മസേനയുടെ യൂസർ ഫീയെ സ്മാർട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന പുതിയ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് GST രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് GST കൃത്യമായി ഫയൽ ചെയ്തുകൊണ്ട് ഇതെല്ലാം നിഷ്കർഷിച്ചു ഇതെല്ലാം പാലിച്ചുകൊണ്ട് നടക്കുന്ന വ്യാപാരികൾക്ക് ഇവിടെ യാതൊരു സംരക്ഷണവും ഇല്ലാത്ത അവസരത്തിൽ ഈ ഉത്സവ സീസണിലെങ്കിലും ഇത്തരം മേളകൾ അത് മാസങ്ങളോളം നിൽക്കുന്ന മേളകൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ വരുന്ന ആവശ്യം. മൊത്തം കച്ചവടത്തിന്റെ 50% ഓൺലൈൻ വ്യാപാര വിപണി കൈയടക്കുകയും വൻകിട മാളുകളിലേക്ക് കച്ചവടം കേന്ദ്രീകരിക്കുന്ന പുതിയ ഉപഭോക്തൃ സംസ്കാരം രൂപപ്പെട്ടു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ സാധാരണ വ്യാപാരികളുടെ നിലനിൽപ്പ് അപകടത്തിലാണ്. ഇതിനിടയിലാണ് ഗുണമേന്മ കുറഞ്ഞ സാധനങ്ങൾ വിലക്കുറവ് എന്ന ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മേളകളിലൂടെ വിൽപ്പന നടത്തുന്നത്. ഉത്സവ സീസണിൽ മാത്രം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇത്തരം കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതി ഉയർത്തുന്ന ആവശ്യം. പരമാവധി ഒരാഴ്ചയിൽ കൂടുതൽ ഇത്തരം മേളകൾ നടത്താതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി അധികൃതരോട് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ സമിതി കോട്ടയം ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ്, ജില്ലാ ട്രഷറർ PA അബ്ദുൽ സലീം, സംസ്ഥാന കമ്മിറ്റി അംഗം MK സുഗതൻ എന്നിവർ പങ്കെടുത്തു.